പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ധൂർത്തും ദുർവ്യയവും അരുതേ, പാടില്ല പാടില്ല. ഭക്ഷണത്തിലായിരുന്നാലും ആരാധനയിലായിരുന്നാലും ഒരു നിലക്കും ധൂർത്തും ദുർവ്യയവും പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഈ ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് ധൂർത്തടിക്കുന്നവരെ, ഏതെല്ലാം നിലക്കുള്ള ധൂർത്തും ദുർവ്യയവും നടത്തുന്നവരെ, ആരാധനയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആരാധനയുടെ വിഷയത്തിൽ പോലും ധൂർത്ത് പാടില്ല. ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. പുതിയ തലമുറകൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇപ്പൊ വെള്ളമില്ലാതെ പ്രയാസപ്പെടുക, ജലാശയങ്ങളിലെ വെള്ളങ്ങൾ, അതിന്റെ സ്രോതസ്സുകൾ, ഉറവകൾ വറ്റുകയാണ്, എല്ലായിടത്തും ബുദ്ധിമുട്ടാണ്, വളരെയേറെ പ്രയാസപ്പെടുക. അള്ളാഹു നമുക്ക് ഖൈറായ നിലയ്ക്ക് നല്ല വെള്ളം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾക്ക് നല്ല മനോഹരമായി വെള്ളം നൽകിയ അല്ലാഹു അതിനെ പരിപൂർണമായി ഇല്ലാതാക്കി കളഞ്ഞാൽ, ജലാശയത്തിലെയും കിണറുകളിലെയും കുളങ്ങളിലെയും ഒക്കെ വെള്ളത്തെ അല്ലാഹു വറ്റിച്ച് കളഞ്ഞാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാണ് നിങ്ങൾക്ക് ഈ തെളിഞ്ഞതായ മനോഹരമാകുന്ന വെള്ളത്തെ നിങ്ങൾക്ക് സംവിധാനിക്കുക, നിങ്ങൾക്ക് നൽകുക? പറയൂ. സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ ആയത്താണ്. അല്ലാഹു നിർത്തുന്നത് ഇങ്ങനെയാണ്, ഒരു ചോദ്യം ചോദിച്ചിട്ട് നിർത്തുകയാണ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. മനോഹരമാകുന്ന കുടിവെള്ളം നിങ്ങൾക്ക് ആരാണ് സമ്മാനിക്കാനുള്ളത്? ആരാണ് കൊണ്ടുവന്ന് നൽകാനുള്ളത്? ആര് തരും? ഈ കുളവും ഈ വെള്ളവുമൊക്കെ, ഈ ജലസ്രോതസ്സുകളെയൊക്കെ വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടെത്തരുക? അല്ലാഹു ചോദിക്കാൻ. ആര് കൊണ്ടെത്തരും? അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല. ആ ആയത്ത് ഓതി നിർത്തുമ്പോൾ അവൻ പറയണമെന്നാണ് എന്ത്? അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് വേണം ആ ആയത്ത് പൂർത്തീകരിക്കാൻ. ആയത്ത് ഇങ്ങനെ പൂർത്തീകരിച്ചിട്ട് എന്ത് പറയണം? അല്ലാഹു റബ്ബുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു ആണ് നൽകുക എന്ന് മറുപടി പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ശ്രദ്ധിക്ക്. സൂറത്തുൽ മുൽക്ക് അവസാനത്തെ ആയത്ത് ഓതിയതിനു ശേഷം എന്ത് പറയണം? അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹയാണ് നൽകുക, അള്ളയാണ് നൽകുക. അഹങ്കരിക്കാൻ പാടില്ല. വെള്ളക്ക് എങ്ങനെ ദൂർത്തടിക്കാൻ ചെറുപ്പക്കാര് സഹോദരങ്ങൾ എത്രയാണ്. ഇബാദത്തിന്റെ പേരിലായിരുന്നാൽ പോലും പാടില്ല എന്ന് പഠിപ്പിച്ചു മതം, പരിശുദ്ധ ഇസ്ലാം. പള്ളിയിൽ വന്നു, ജുമാഅയ്ക്ക് വന്നു, ജമാഅത്തിന് വന്നു, ഇവൻ വന്നത് തന്നെ ഇടങ്ങേറായി പോയി. കാരണം എന്താ? പള്ളിയിലെ പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, ടാങ്കില് റാഹത്തായിട്ട് കമ്മിറ്റിക്കാർ അടിച്ചിട്ടുണ്ടല്ലോ, നല്ല സുഖമാണ്, റാഹത്താണെന്ന് കരുതി അവൻ വെള്ളം ഇങ്ങനെ തുറന്നു കളയാൻ പാടില്ല. ഒളു എടുക്കുന്ന വെള്ളം, കുളിക്കുന്ന വെള്ളം, നമ്മൾ ഇബാദത്തിന് വേണ്ടിയും അല്ലാതെയും ഒക്കെ ചെലവഴിക്കപ്പെടുന്നതാകുന്ന സർവ്വതും അല്ലാഹു നാളെ ചോദ്യം ചോദിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഈ സമുദായത്തിലുണ്ടാവണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബിസഅദിൻ വഹുവ യതവല്ലഉ, ആദരവായ പ്രവാചകൻ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അരികിലൂടെ നടന്നു പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മസ്റഫു യാ സഅദ്, എന്താണ് സഅദ് ഈ കാണിക്കുന്നത്? നീ വുളൂ ചെയ്യുമ്പോഴുള്ള നിന്റെ ദൂർത്തി എത്രയാണ്, എത്രയാണ്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫിൽ വുളൂഇ സറാഫൻ യാ ഹബീബല്ലാഹ്,
ഒതുവെടുക്കുന്ന വെള്ളത്തിൽ ഇസ്റാഫുണ്ട് റസൂലേ, ദൂർത്തുണ്ടോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. അല്ല 2024 ബഹുവന്നരാകുന്ന അലവി തങ്ങളുടെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് ഉപ്പള മുഹയ്യിദ്ദീൻ പള്ളിയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളതായ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകൻ മുഖേന അറിയിക്കുകയാണ്, നഅം യാ സ്വഹാബ, ഉണ്ട് സ്വഹാബ, ഉണ്ട് സ്വഹാബ, വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, അതിശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് സഅദേ സഅദേ നീ ഒതുവെടുത്താൽ പോലും നിറഞ്ഞു കവിഞ്ഞതായ ജലാശയമല്ലേ, ഒരൽപ്പം വെള്ളം ഞാൻ ദൂർത്തടിച്ചാൽ എന്ത് പ്രശ്നം, ആർക്ക് പ്രശ്നമെന്ന് കരുതരുതേ, അവിടെ ഇരുന്ന് ഒതുവെടുത്താൽ പോലും ദൂർത്ത് പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇഷ്ടം പോലെ വെള്ളമുള്ള സമയമാണെന്ന് കരുതി നീ ദൂർത്തടിക്കരുതേ, ദൂർത്തടിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ ഇബാദത്തിൽ പോലും ആരാധന കർമ്മങ്ങളിൽ പോലും ദൂർത്ത് പാടില്ല, പാടില്ല. ആരാധനയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ് വുളു, അതിന് പോലും ദൂർത്ത് പാടില്ല. നബിയുനാ റസൂലുള്ളാഹി. അത് വെച്ചിട്ടാണ് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി, കഴുകപ്പെടുന്നതും തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം തടവലും കഴുകലും സുന്നത്താണ്. തല തടവുന്നു, ചെവി തടവുന്നു, കാലും മുഖവും കയ്യുമൊക്കെ കഴുകുന്നു, ഒക്കെ 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. യുസന്നു അത്തഫിരീസു കുല്ലു മിമ്മ ഗുസൂലിൻ വമംസൂഹിൻ, കഴുകപ്പെടുന്ന തടവപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതൽ ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ, അതിനേക്കാൾ മുകളിൽ 4ാമത്തെ ഒരു പ്രാവശ്യം വെള്ളം അനാവശ്യമായി നീ എടുക്കൽ, സ്വന്തം വീടിന്റെ അകത്തളത്തിൽ ഉള്ളതാകുന്ന വെള്ളമായിരുന്നാൽ പോലും നീ തന്നെ സ്വന്തമായി കരണ്ട് മുഖേന മോട്ടോർ വെച്ചിട്ട് ടാങ്കിനുള്ളിലേക്ക് നിന്റെ കിണറ്റിൽ നിന്ന് വെള്ളമടിച്ച് നിറച്ച് അതിൽ നിന്ന് ടാപ്പ് മുഖേന നീ ഒതുവെടുത്താൽ പോലും 4ാമത്തെ വട്ടം സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം പോലും കറാഹത്താണ്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന വെള്ളം പള്ളിയുടെ വെള്ളം, പൊതുവജനാവിലെ വെള്ളം, മുസ്ലിമീങ്ങൾക്ക് മുഴുവൻ ഉപയോഗിക്കാനുള്ള വെള്ളം, ഹൗദിൽ നിന്നെടുക്കുന്നത് 4ാമത്തെ പ്രാവശ്യം കാല് കഴുകാൻ വേണ്ടി എടുക്കുന്ന വെള്ളം വഹറാമുൻ, അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് ശാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളെന്താ ചെയ്യുന്നത്? പള്ളി വന്നിട്ടാണ് ഇവന്റെ കാല് കഴുകുക. നല്ല റാഹത്തുണ്ട്, നല്ല പാരകന്റെ ചെരുപ്പിട്ടുകൊണ്ട് വന്നിട്ട് പള്ളിയിലിട്ട് വരയ്ക്കാൻ പരിപാടി. ചെറിയ ലെക്സിന്റെ സോപ്പ് ആയിട്ട് വരും. ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കാൻ പോയിട്ട് ആ ഹോട്ടലിൽ നിന്ന് പിന്നെ പോരുമ്പോഴത്തേക്ക് അവിടുത്തെ ബ്രഷ്, അവിടുത്തെ പേസ്റ്റ്, അവിടുന്ന് കിട്ടുന്നതാകുന്ന ടങ് ക്ലീനർ, അവിടുന്ന് കിട്ടുന്ന ചെറിയ സോപ്പ് എല്ലാം അടിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഹോട്ടലിൽ താമസിച്ചെന്നറിയാം മിക്ക ആൾക്കാർ ഇതാ പരിപാടി. പിന്നെ ഒരാഴ്ച വീട്ടിൽ ഷാമ്പു വെച്ച് കുളിയാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്നിട്ട് ഈ സാധനം കൊണ്ടുവന്നിട്ട് ഈ ഒരു ചെറിയ കുഞ്ഞു സോപ്പുണ്ട്, അതുകൊണ്ടൊന്ന് പള്ളിയിലെ ഭിത്തിയിലോട്ട് വെച്ച് ഒട്ടിക്കും. എന്നിട്ട് തല വെച്ച് കഴുകാണ്, ഷാമ്പു ഇട്ട് ആചാര് ഇവിടെ വന്ന് കഴുകുക. ഒന്നാമത് ഇവിടെ വെള്ളമില്ല, അതിനിടയ്ക്ക് 2ാമത് ഈ പരിപാടി, ചെരുപ്പ് കഴുകുന്നു, തല കഴുകുന്നു, അവിടെ വന്നിരുന്നിട്ട് റാഹത്ത് കാര്യങ്ങൾ സാധിക്കുക പാടില്ല. പള്ളിയിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒളു എടുക്കുമ്പോൾ തന്നെ 4ാമത്തെ പ്രാവശ്യം കാലിലോട്ട് ഒഴിക്കുന്നത് ഹറാമായി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മാസവരി കൊടുക്കുന്നുണ്ടല്ലോ, ആർക്ക് വേണം നിന്റെ മാസവരി? 100 രൂപ കൊടുത്തിട്ട് 500 രൂപയുടെ വെള്ളം ഒഴിച്ചുകൊണ്ട് പോവാണ് കള്ള ഹയവാൻ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. 100 രൂപ മാസവരി, അത് തന്നെ കുടിശ്ശിക കിടക്കാണ്, ഭിത്തിയിൽ പേരെഴുതി ഒട്ടിച്ചിട്ട് പോലും കൊടുത്തു തീർത്തിട്ടില്ല. എന്നിട്ട് ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ ദൂർത്തടിക്കുക. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വലിയ വിപത്താണത്, വലിയ നാശം ഉണ്ടാക്കും. ദിനാവുമ്പോ ആഖിറുമ്പോ. ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല, അതൊരു മറ്റൊരു വിഷയമാണ്. ദൂർത്ത് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇബാദത്തിൽ പോലും ആരാധനയുടെ പോലും ദൂർത്ത് പാടില്ല. നബിയുനാ റസൂലുള്ളാഹി ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ർ നിസ്കാരം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൈ ഇങ്ങനെ ചുണ്ടിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, സംസാരിക്കരുത്, ഇവിടെ വലിയൊരു ആബിദത്തായ പെണ്ണ് വന്നിട്ടുണ്ട്.
ആരെടുത്താ പറയുന്നത്? നബി തങ്ങളോട് പറയാൻ. ആരെക്കുറിച്ചാ പറയുന്നത്? നാട്ടിലൊരു പെണ്ണ് വന്നിട്ടുണ്ട്. ആ പെണ്ണ് വഹിയ ആബിദ, വലിയ ആബിദയാണ്, ദാസിയാണ്. എന്താ ചെയ്യുന്ന പരിപാടി? എല്ലാ ദിവസവും പകല് നോമ്പ്, എല്ലാ ദിവസവും രാത്രിയിൽ നിസ്കാരം എന്ന് ആര് പറഞ്ഞു? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. എല്ലാ ദിവസവും പകല് നോമ്പ്, എല്ലാ ദിവസവും രാത്രിയിൽ നിസ്കാരം. ശുദ്ധിയുള്ള സമയത്തൊക്കെ ഇതാ പരിപാടി. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കലിമത്തു സജ്രിൻ പാടില്ല, അലൈകുന്ന ബിമാ തുത്ഖിൻ, നിങ്ങളൊക്കെ കഴിവുള്ളത് മാത്രം ചെയ്താൽ മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ ആര് പറഞ്ഞു? പുരുഷന്മാരോട് പോലും പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും നോമ്പ് പിടിച്ചിട്ട് ഒരു മുസൽമാൻ സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കാൻ പാടില്ല. ആർക്കെങ്കിലും അങ്ങനെ കഴിവുണ്ട് എങ്കിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് നോറ്റുകൊള്ളട്ടെ. ഒരു ദിവസം നോമ്പ് പിടിക്കുകയും അടുത്ത ദിവസം നോമ്പ് ഇല്ലാതാക്കുകയും ചെയ്യട്ടെ. അതിനടുത്ത ദിവസം നോമ്പ് പിടിക്കട്ടെ, അതിനടുത്ത ദിവസം നോമ്പ് ഉപേക്ഷിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് കഴിവുള്ളവന്റെ തന്നെ രീതി. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാനും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും എളുപ്പമുള്ള മതമാണ്. അത് കുടുസാക്കരുത്, അത് കൊണ്ടുവന്ന് അതിനകത്ത് പ്രയാസം ഉണ്ടാക്കരുത്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച വലിയ സൂഫിയാകാൻ നോക്കുക, പകല് മുഴുവൻ ഡെയിലി നോമ്പ് നോക്കുക, അതൊന്നും വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് പറഞ്ഞത് ചെയ്യരുത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വലിയ ആബിദത്തായി പരിചയപ്പെടുത്തിയ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. അലൈകുന്ന ബിമാ തുത്ഖിന, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ അതൊരു മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ധൂർത്തും ദുർവ്യവും ഒരു വിഷയത്തിലും പാടില്ല. നമ്മൾ നമ്മുടെ അമാനത്ത് നിർവഹിച്ചവനാണോ? എത്രയോ ആളുകൾ കല്യാണങ്ങളുടെ പേക്കോലങ്ങളിൽ അകപ്പെട്ടുപോയി നിസ്കാരമെന്ന മഹനീയമായ കർമ്മത്തെ പരിപൂർണമായി ഇല്ലാതാക്കിയ ആളുകളുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കല്യാണത്തിന്റെ പേരിൽ ളുഹറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരുണ്ടാവും. സാധാരണ ജമാഅത്തിന് വന്നുകൊണ്ടിരുന്ന ആളാണ്, ഇപ്പൊ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഇശായിനും മഗ്‌രിബിനും ഒക്കെ ജമാഅത്ത് വന്നുകൊണ്ടിരുന്നവൻ കല്യാണത്തിൻ്റെതാകുന്ന ചില പരിപാടികളുടെ പേരിൽ, സൽക്കാരങ്ങളുടെ പേരിൽ നമസ്കാരങ്ങളെ ഗൗനിക്കാതായി പോയി. തീർച്ചയായും ആഖിറത്തിൽ വലിയ ചോദ്യമുണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കാരണം റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വർണ്ണനാതീതമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാത്തവനോട് നാളെ പ്രത്യേകമായി അള്ളാഹു ചോദിക്കും, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സർവ്വ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി നാഥനായ പടച്ചറബ് മഹ്ശറിൽ ചോദിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു എണ്ണി ചോദിക്കും. നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് ഞാൻ ഇത് തന്നില്ലേ, നിനക്ക് ഇന്നത് തന്നില്ലേ, വീട് തന്നില്ലേ, വാഹനം തന്നില്ലേ, മക്കളെ നൽകിയില്ലേ, ഭാര്യ നൽകിയില്ലേ, സമ്പത്ത് നൽകിയില്ലേ, അധികാരം നൽകിയില്ലേ, പവർ നൽകിയില്ലേ, എല്ലാം അള്ളാഹു ചോദിക്കും. എന്നിട്ട് എന്തുകൊണ്ട് നീ നമസ്കാരത്തെ ചിട്ട വെച്ചില്ല? എന്തുകൊണ്ട് നീ ഇബാദത്തുകൾക്ക് കണിശത വെച്ചില്ല? നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും. അള്ളാഹു അനുകൂലമായ സാഹചര്യം നമുക്ക് നസീബാക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്താണ് അബൂ ഉബൈദ. കാരണം അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ വിശ്വസനാണ്. അമാനത്തുകളെ പരിപൂർണമായി നിർവഹിച്ചതായ വ്യക്തിയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ പരിപൂർണമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതായ വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രിയം വെക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്ക് സാധിച്ചിട്ടുണ്ടോ അമാനത്തുകളെ പൂർത്തീകരിക്കാൻ? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ് ചിന്തിക്കൂ സഹോദരങ്ങളെ, ചെറുപ്പക്കാർ, യുവാക്കൾ, ചിന്തിക്ക്. ഈ ആയുസിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ അമാലുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ഇരുത്തം, നമ്മുടെ കടത്തം, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ സംതൃപ്തിയിലായിട്ടുണ്ടോ? ചിന്തിക്ക്. എന്താണ് നമ്മൾ ചെയ്തത്? അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇമലുകളെ, നമ്മുടെ ഇബാദത്തുകളെ, അതൊക്കെ പടച്ച റബ്ബിന് വേണ്ടി ഇഖ്ലാസിന്റെ വർണ്ണവലിപ്പം കൊണ്ട് ചെയ്തതാണോ? ചിന്തിക്കരുത് സഹോദരങ്ങളെ. അതല്ല വെറുതെ ഒരു കാട്ടിക്കൂട്ടലാണോ ഇതൊക്കെ?
റമദാനിൽ നോമ്പ് നോറ്റ് വീട്ടിയത്, റമദാനിന് ശേഷം ശവ്വാലിന്റെ 6 ദിവസത്തെ സുന്നത്തായ മഹിതമായ നോമ്പ് നോറ്റത്, സക്കാത്തുകൾ കൊടുത്തു വീട്ടിയത്, റമദാനിൽ ചെയ്തു വെച്ച ഉംറകൾ, കൊടുത്തു വീട്ടിയ ദാനധർമ്മങ്ങൾ, സുഹൃതങ്ങൾ, നോമ്പ് തുറ, സൽക്കാരമടക്കം ഇതൊക്കെ റബ്ബിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ചെയ്തതാണോ? നമ്മൾ റബ്ബിനോടുള്ള അമാനത്ത് വീട്ടിയവനാണോ? ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചതാകുന്ന കാര്യങ്ങളുള്ള അമാനത്തുകൾ വീട്ടിയവനാണോ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടതാകുന്ന അമാനത്തുകളെ പൂർത്തീകരിക്കാത്ത ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരിയുണ്ടോ, അവർ തീർച്ചയായും ഈമാനില്ലാത്തവരാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലാ ദീന ലിമൻ ലാ അഹദ ലാ. പൂർത്തീകരിക്കാത്തതാകുന്ന സഹോദര സഹോദരി, ഞാൻ പള്ളിക്ക് കൊടുത്തുകൊള്ളാം, മദ്രസയ്ക്ക് കൊടുത്തുകൊള്ളാം, ഞാൻ ദീനീ സ്ഥാപനങ്ങൾക്ക് 10,000 കൊടുക്കാം, 1,00,000 കൊടുക്കാമെന്ന് വാഗ്ദാനത്തിൻ്റെതാകുന്ന പ്രതിച്ഛായ പറഞ്ഞിട്ടുള്ളവരെ, വാഗ്ദത്തം പറഞ്ഞിട്ടുള്ള മുസ്ലിമേ മുസ്ലിമത്തെ ചോദിക്കുമ്പോൾ കൊടുക്കാതെ മാറി നിൽക്കുന്ന മുസൽമാന്മാരെ, വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. കരാറ് ചെയ്തിട്ട് പൊളിച്ചു കളയുന്നവന് അവൻ ദീനില്ലാത്തവനാണ്, മതമില്ലാത്തവനാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. എത്രയോ വാളിന്റെ സദസ്സുകൾ അതിനെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. 6666 വെച്ച് കൊടുക്കാൻ കഴിയുന്നവർ കൈവക്കാൻ പറയുമ്പോ നൂറുകണക്കിന് ആളുകൾ കൈകൾ ഉയർത്തുകയാണ്. എന്നാൽ ആവശ്യത്തിന് കമ്മിറ്റികൾക്കാർ വന്നുകൊണ്ട് ചോദിക്കുമ്പോ ഞങ്ങളെന്ന് ആവേശത്തിന്റെ പുറത്ത് കൈ ഉയർത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന മുസൽമാന്മാരെ, വലാ ദീന ലിമൻ ലാ അഹദ ലാ. കരാറുകൾ ചെയ്തിട്ടത് പൂർത്തീകരിക്കാതെ വിട്ടുപോകുന്നവരെ അവര് ദീനില്ലാത്തവരാണ്, മതമില്ലാത്തവരാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ആ അമാനത്ത് പരിപൂർണമായി വീട്ടാത്തവൻ ഈമാനില്ലാത്തവൻ, കരാറ് ചെയ്തിട്ടത് പൂർത്തീകരിക്കാത്തവൻ ദീനില്ലാത്തവൻ, മതമില്ലാത്തവൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. അതാണ് ഇപ്പൊ ഈ വാദിന്റെ മജ്‌ലിസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം. നമ്മൾ ഏറ്റെടുത്ത കരാറുകൾ, ഭാര്യയോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നുണ്ടോ? മക്കളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? രക്ഷിതാക്കൾ ചിന്തിക്ക്, മക്കളെ ചിന്തിക്ക്. മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും ഇക്കാലഘട്ടത്തിൽ നീ പൂർത്തീകരിച്ചിട്ട് പോകുന്നവനാണോ? ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? മാതാപിതാക്കൾ അവരുടെ വിഷയത്തിൽ ജാഗരൂകരാണോ? ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? കഞ്ചാവടിക്കാത്ത ചെറുപ്പക്കാരാരാണ്? ലഹരി നുടയാത്ത സഹോദരങ്ങൾ ആരാണ്? എത്രയോ മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ, ചെറിയ പ്രായത്തിലുള്ളതാകുന്ന മക്കൾ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ട യുഗത്തിലാണ് ഈ തലമുറ കഴിഞ്ഞു പോകുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ ബന്ധുക്കളിൽ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിൽ എത്രയോ ആളുകൾ അത്തരത്തിലുള്ള മലീമസമാകുന്ന ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മുടെ ഈ മഹല്ലത്തിലുണ്ട്, പരിസര മഹല്ലുകളിലുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ പുതിയ തലമുറകളെ നീ കാക്കണേ അല്ലാ. ലഹരിക്കടിമപ്പെട്ട യുഗം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണ്ടേ, പറഞ്ഞു കൊടുക്കേണ്ടവർക്ക്. ഈമാൻ നഷ്ടപ്പെട്ടു പോകും ഒരൽപ്പം ലഹരി നുണഞ്ഞാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാൻ പോയാ പിന്നെ കാഫിറല്ലേ, പച്ച കാഫിറാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആരൊരുവൻ ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞോ കള്ളു കുടിച്ചിട്ടുണ്ടോ, ലഹരി നുണയുന്ന ചെറുപ്പക്കാരാ സഹോദരാ, സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്. അലവി തങ്ങളുടെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മതവിജ്ഞാന വേദിയുടെ ആദ്യ ദിവസത്തിൽ തന്നെ നിന്റെ ഹൃദയത്തിലേക്ക് ഈ ഹദീസ് ഒന്ന് പതിയണേ പതിയണേ. അതിലൂടെ നിനക്ക് നന്നാവാൻ ഉപകരിക്കുന്ന മദ്രസയായി മാറണേ. അല്ലാഹുവേ, ഞങ്ങളുള്ള ചെറുപ്പക്കാരെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ ശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാൻ. ആരാണ് ലഹരി നുണഞ്ഞത്, അവനിൽ നിന്ന് ഈമാനിനെ വിശ്വാസത്തെ ഉരപ്പെടുകയാണ്. കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്ന നിസ്കാര കുപ്പായം, ഇട്ടിരിക്കുന്നതായ നീളക്കുപ്പായം, ഇട്ടിരിക്കുന്ന ഖമീസ് അല്ലാഹുവിന്റെ റസൂൽ തലവരി ഊരി കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്രകാരം അവനിൽ നിന്ന് ഈമാൻ ഉരപ്പെട്ടു പോകുമേ. റസൂൽ ഇട്ടിരിക്കുന്ന ഖമീസ് തലവഴി ഊരി കാണിച്ചിട്ട് പറയുകയാണ്, ഇതേ രീതിയിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈമാൻ നഷ്ടപ്പെട്ടു പോകുമേ. ഏതൊരു വ്യക്തി കള്ളു കുടിച്ചാൽ ലഹരി നുണഞ്ഞാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം അല്ലാഹുവും റസൂലും അതിശക്തിയുക്തം എതിർത്തതല്ലേ. ദുനിയാവും ആഖിറവും വിജയിക്കണമെങ്കിൽ പരിപൂർണമായി ലഹരി ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ തീർച്ചയായും വിജയിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതാണ് ലഹരി ഒഴിവാക്കലെന്ന് വിശുദ്ധമായ ഖുർആൻ. ലഅല്ല എന്ന പദം സാധാരണ രീതിയിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുക ലിത്തറജി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്നാണ് അർത്ഥം. എന്നാൽ ലഅല്ല ലിത്തഹഖീഖി, പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞാൽ ലഅല്ല പറഞ്ഞാൽ ഉറപ്പായും വിജയമുണ്ടാകും എന്നാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമിയിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എങ്ങനെ അർത്ഥം? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഉറപ്പായും വിജയിക്കും. വിജയം ഉറപ്പാണ്. അല്ലാതെ കള്ളൂടി ഒഴിവാക്കി വിജയിച്ചേക്കാം എന്നല്ല, വിജയം ഉറപ്പാണ്, സുനിശ്ചിതമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ദുനിയാവും വിജയിക്കും, ആഖിറവും വിജയിക്കും. ഇഹലോകവും പരലോകവും രണ്ടും വിജയം ലഭിക്കണമെങ്കിൽ ലഹരിയുടെ ഉപയോഗം പരിപൂർണമായി ഒഴിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പരിപൂർണമായി ഒഴിവാക്കണം, എങ്കിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര ആളുകൾ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വാക്യം കേട്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ട്. എത്ര മോമിനീങ്ങളുണ്ട്. നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നവരല്ലേ? ഖുർആനിൽ എത്ര ആളുകളായി ഈ ആയത്ത് കേൾക്കുന്ന ഇന്ന് വരെ അത് ശ്രദ്ധ ചെലുത്തിയ ആളുകളുണ്ടോ? സഹോദരങ്ങൾ, സഹോദരിമാർ, ചെറിയ പെൺമക്കൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും ഒക്കെ പഠിക്കുന്ന, +1നും +2നും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് ലഹരിയുടെ ബിസിനസ്സുകാർ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മാരകമാകുന്ന MDMA-യും LSD-യും ഒക്കെ ഉപയോഗിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് തലയിൽ തട്ടമിട്ട മുസൽമാന്മാരുടെ മക്കളാണ് എന്ന് പറയുമ്പോ എവിടെ എത്തിയിരിക്കുന്ന ഈ സമുദായത്തിന്റെ അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നരകം വിലക്ക് വാങ്ങുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാണ്. നരകം വിലക്കെടുക്കാൻ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ നമ്മുടെ മക്കൾ നരകത്തിലേക്ക് ഓടിക്കേറുകയാണ്. അതിന് പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ
യഥാർത്ഥ രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ്. അവരാണ് യഥാർത്ഥ രക്ഷകർത്താവ്. അല്ലാതെ A+ കിട്ടിയതാകുന്ന മക്കളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി സ്കൂളിലേക്ക് വലിഞ്ഞ് ഗാടി കയറിപ്പോയി ഒപ്പിട്ട് കൊടുക്കുന്ന രക്ഷകർത്താവല്ല. രക്ഷകർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷകർത്താവ് എന്ന ആ പൊസിഷൻ മനസ്സിലാക്കണം. എന്തിൽ നിന്നാണ് മക്കളെ രക്ഷപ്പെടുത്തേണ്ടത്? കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് നമ്മൾ നമ്മുടെ മക്കളെ രക്ഷിച്ചവരാണ്. ഇരിക്കുന്ന ഓരോ രക്ഷകർത്താക്കളും അത്തരത്തിൽ പ്രവർത്തിച്ചവരാണോ എന്ന ചിന്തയാണ് ആദ്യ ദിവസത്തിൽ നിങ്ങളോട് ചോദിക്കാറുള്ളത്. നൽകുന്ന ചിന്ത അതാണ്. മക്കളോടുള്ള കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചവരാണോ? അവരോടുള്ള ബാധ്യത നിർവഹിച്ചവരാണോ? അവരോടുള്ള ബാധ്യത കടമകൾ പൂർത്തീകരിച്ചവരാണോ? ഓരോരുത്തരും ചിന്തിക്ക്. നരകത്തെ തൊട്ട് മക്കളെ കാത്തു സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ഇല്ല എന്നാണ് പറയാനുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും വലിയ വിപത്താകും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാത്രം കാത്ത് സംരക്ഷിച്ചാൽ പോരാ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണേ, നിങ്ങളുടെ ഭാര്യയുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണേ, നിങ്ങളുടെ കുടുംബത്തെ ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുന്നവരാകണം നമ്മൾ. നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുന്നവരാകണം നമ്മൾ. സ്വന്തം മാത്രം പോരാ, നമ്മുടെ കുടുംബത്തെ കാത്ത് സംരക്ഷിക്കുന്നവരാകണം. എത്ര ആളുകൾ അങ്ങനെ സംരക്ഷണ ചുമതല ഏർപ്പെടുത്തിയവർ എത്ര പേര് ഈ സദസ്സിലിരിക്കുന്നുണ്ട്? സഹോദരങ്ങളുടെ കൂട്ടത്തിൽ, സഹോദരിമാരുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ചിന്തിക്കുക. എത്ര പേരൊക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നരകത്തെ തൊട്ട് സംരക്ഷണം കിട്ടിയവരാണോ? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഉറപ്പുള്ള മുസൽമാന്മാർ എത്ര പേർ? ഇന്നത്തെ നമ്മുടെ മക്കളുടെ പ്രവർത്തനം കൊണ്ട് അവനെവിടെയാണ്? രാവിലെ ഇന്ന് ഈ വാതിന്റെ മജ്‌ലിസിൽ മക്കൾ വന്നിട്ടുണ്ടോ? ഒന്ന് നോക്കിയോ, ചുറ്റും നോക്കിയോ. നമ്മുടെ മക്കൾ 5-6 പേരുണ്ടല്ലോ. എത്ര പേര് വന്നിട്ടുണ്ടോ നോക്ക്. ആന അടിച്ചോണ്ട് അപ്പുറത്തിരിപ്പുണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ചോറ് വിളമ്പുമ്പോ അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. എത്ര പേര് വന്നിട്ടുണ്ട് നോക്ക്. നമ്മുടെ മഹല്ലത്തിൽ തന്നെ എത്ര ചെറുപ്പക്കാരുണ്ട്, എത്ര പേര് വാതിന്റെ മജ്‌ലിസിൽ വന്നിരിപ്പുണ്ട്. ഇൽമിനോട് മഹബത്ത് വെക്കുന്ന, ഇൽമിനോട് താല്പര്യം വെക്കുന്ന സമുദായത്തിൽപ്പെട്ടതാകുന്ന ആളുകൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഔലിയാക്കളെയും അമ്പിയാക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കാസർഗോഡുള്ള ഉപ്പടയിലുള്ള പ്രിയപ്പെട്ട മുസൽമാന്മാർ, സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ എത്ര പേര് ദീനിന്റെ ആവേശത്തോടുകൂടി താല്പര്യത്തോടുകൂടി ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന മുഅ്മിനീങ്ങൾ എത്ര പേരുണ്ട്? ചിന്തിക്ക്. നമ്മൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അവരോടുള്ള അമാനത്ത് നമ്മൾ നിർവഹിച്ചോ? മക്കളുണ്ട്, മക്കൾക്ക് റാഹത്തായിട്ട് 3 നേരം ഭക്ഷണം വെച്ചു കൊടുക്കുന്നു, അതല്ല വാപ്പാടെ ഉമ്മയുടെയും കടമ. മക്കൾക്ക് ഇഷ്ടം പോലെ വസ്ത്രം നൽകുന്നു, വാപ്പയുടെയും ഉമ്മയുടെയും കടമ അത് മാത്രമല്ല. മക്കൾക്ക് കൊടുക്കേണ്ട ദീനീ ബോധം നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്തിബു ഔലാദകും സലാസത ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങൾ കൊണ്ട് അദബ് പഠിപ്പിക്കണേ, മര്യാദ പഠിപ്പിക്കണേ എന്ന് നബിയുനാ
യാ റസൂലുള്ളാഹി. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുബ്ബ നബിയകം, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ മക്കളുടെ ഹൃദയാന്തരങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ട വാപ്പ? അടയാളപ്പെടുത്തിയിട്ടുണ്ടോ പ്രിയപ്പെട്ട ഉമ്മ? മക്കളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള മഹബ്ബത്ത്, ഇഷ്ടം, അനുരാഗം, ഇഷ്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ എപ്പോഴും റസൂലുള്ളാഹി ഓർക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ ഹയാത്താക്കും, ഉറപ്പാണ്. നിസ്കാരവും മുടക്കൂല. കാരണം നബിയുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബ്ബത്ത് ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയാൽ അവനിൽ അതിന്റെ ശിആർ ഉണ്ടാകും, അവനിൽ അതിന്റെ വസ്ത്രവിധാനം ഉണ്ടാകും, അവനിൽ അവന്റേതാകുന്ന ശൈലി ഉണ്ടാകും. നബി തങ്ങളുള്ള മഹബ്ബത്ത്. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോടുള്ള അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് മക്കളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തി. മൂന്നാമതായി തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മക്കളെ പഠിപ്പിക്കുന്നെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്ന് കാര്യങ്ങളാണ് മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മക്കളെ അദബ് പഠിപ്പിക്കണം. ഒന്ന്, ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള മഹബ്ബത്ത്. രണ്ട്, നബി തങ്ങളുടെ കുടുംബത്തോടുള്ള മഹബ്ബത്ത്. മൂന്നാമത്തത് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. ഈ മൂന്ന് വിഷയത്തിൽ മക്കളോടുള്ള കടമ പൂർത്തീകരിച്ചോ? ചിന്തിക്ക്. ഉണ്ടെങ്കിൽ മക്കൾ ഇന്ന് ഇശായിക്ക് പള്ളിയിൽ ജമാഅത്തിനുണ്ടായിരുന്നേനെ, റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ. അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്ന മക്കളാണ് എങ്കിൽ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കും. മജ്‌ലിസ് തീരുന്നത് വരെ പങ്കെടുക്കും, ഇൽമ കേൾക്കും, പഠിക്കും, അതനുസരിച്ച് അമൽ ചെയ്യും. നമ്മുടെ മക്കൾക്ക് അത് അടയാളപ്പെടുത്തിയിട്ടില്ല. നമ്മൾ സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും അശ്ലീല ഗാനങ്ങളും വീടിനകത്തളങ്ങൾ തന്നെ ജനിച്ച് കളർന്നവർ കളിച്ച് വളരുന്ന മക്കളുടെ കൈകളിലേക്ക് തന്നെ ടാബ് കൊടുത്തിട്ട് ഇഷ്ടം പോലെ സിനിമയും സീരിയലും കാണാനും കാർട്ടൂണ് കാണാനുമുള്ള സൗകര്യങ്ങൾ ചെറുപ്പത്തിലേ നമ്മൾ കൊടുക്കാൻ. ഭക്ഷണം കഴിക്കാൻ നേരത്തും ടാബ് കൊടുക്കും, കളിക്കാൻ നേരത്തും ടാബ് കൊടുക്കുക. എപ്പോഴും തന്നെ കളി. കുട്ടികൾ 24 മണിക്കൂർ തന്നെ. എന്നാൽ അതിൽ തന്നെ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? ചെയ്യൂല. ഇന്ന് വരെ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. ആവശ്യമില്ലാത്ത പാട്ടുകൾ, സിനിമാ പാട്ടുകളും അശ്ലീല ഗാനങ്ങളും കേൾപ്പിച്ച് കുട്ടികളുടെ ഹൃദയം മലീമസമാക്കി കളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്ത് കടമയും കടപ്പാടും ആ സഹോദരങ്ങളെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ചിന്തിക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതാകുന്ന പോരാളി, ഇതിഹാസ ചരിത്രം വരിച്ചതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ ആബിദ ബീഗം, മഹദിയവറുകളാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ അടക്കമുള്ളതാകുന്ന മക്കളെ പരിപൂർണമായി ദീനനുസരിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി വളർത്തിയത്. പഠിക്കണം നമ്മൾ. ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി വാപ്പ മുഹമ്മദ് അലി ഖാൻ, മുഹമ്മദ് അലി ജൗഹറിന്റെ പ്രിയപ്പെട്ട പിതാവ്. 5 വയസ്സ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനുള്ളപ്പോ മരണപ്പെട്ടു. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തുണി അലക്കാനുള്ളതല്ല, കാര്യമായിട്ട് അതിൽ എന്തെങ്കിലും ഇട്ട് ഇങ്ങ് തിരിച്ചു തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവർക്കില്ലേ ആണുങ്ങൾക്ക് ലാസ്റ്റ് മുസാഫ അപ്പോഴത്തേക്കും ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. അതേ പോകുന്നു ഒക്കറ്റെന്ന് കേട്ടപ്പോഴേ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. വേഗം നിർത്തും. 11:15. ഇത്ര മണിയാ സമയം പറഞ്ഞിരിക്കുന്നത്? 12. കറക്റ്റ് 12 നിർത്തും. അത് മുന്നോട്ട് പോകില്ല. ശരിക്കും ശ്രദ്ധിക്കും. ഫസ്റ്റ് ദിവസമല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും. മൗലാന മുഹമ്മദ് അലി ജൗഹർ, അദ്ദേഹത്തിന്റെ ഉപ്പ മുഹമ്മദ് അലി ഖാൻ 5 വയസ്സ് പ്രായമേറി ഉള്ള സമയത്താണ് ഉപ്പ മരണപ്പെട്ടു പോകുന്നത്, മുഹമ്മദ് അലി ജൗഹർ. പിന്നീട് ആ മക്കളെ മുഴുവനും പോറ്റി വളർത്തിയത് പ്രിയപ്പെട്ട മാതാവാണ് ബീഗം ആബിദ എന്നവരാണ്.
പഠിക്കണം. ഒരു ഉമ്മയാണ്. ഞാൻ ഈ സദസ്സിലുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതെ, ഭർത്താവ് ഗൾഫിലായി പോയി, അതുകൊണ്ടാണ് മകൻ ഇങ്ങനെ കഞ്ചാവ് അടിച്ചു പോയത് എന്ന് ഉമ്മ പറയാൻ പാടില്ല. ഉമ്മയുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ ശഫീഉനാ റസൂലുള്ളാഹി. ഭർത്താവില്ലാത്തപ്പോ വീട്ടിലെ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത് ആരാണ്? പെണ്ണാണ്. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ മാതാവാണ്. കുട്ടിയുടേതാകുന്ന രക്ഷകർത്താക്കളിൽപ്പെട്ട പ്രമുഖയാകുന്ന സഹോദരിയാണ് നിങ്ങൾ. കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് നോക്കിയത്. അവരെ 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് നടന്നത്, അവരെ നൊന്ത് പ്രസവിച്ചത്, 2 വർഷത്തോളം മുലയൂട്ടിയത്, അവരുടെ കാര്യങ്ങൾ ഇപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നത് ഒക്കെ നിങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാവേ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവ് നാട്ടിലില്ല, ഗൾഫിലാണ്, അല്ലെങ്കിൽ നാട്ടിലുണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ, മക്കളുടെ വിഷയത്തിൽ ജാഗ്രത കൂടുതലായി പുലർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവ് അതിൽ നിന്ന് ഒഴിവല്ല. ഗൾഫിലാണെങ്കിൽ പോലും നാട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണം. നാട്ടിലാണെങ്കിൽ അതിലേറെ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. സദാസമയം മക്കൾ വരുന്നുണ്ടോ, സ്കൂളിൽ പോകുന്നുണ്ടോ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ, ട്യൂഷന് പോകുന്ന സമയം എത്രയാണ്, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർ ആരാണ്, അവരുടെ ക്ലാസ് ടീച്ചർ ആരാണ്, നിരന്തരമായ ഒരു ബന്ധം അവരുമായിട്ടുണ്ടാവണം. ചില ഉപ്പമാര് സ്കൂളിലേക്ക് പോവുകയില്ല, പ്രോഗ്രസ്സായിട്ട് ഒപ്പിടാനും പോവില്ല, അല്ലാത്തതിനും പോവില്ല. കാരണം ഇവര് തന്നെ സ്കൂളിൽ പോയിട്ടില്ല ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ സ്കൂളെന്ന് കേൾക്കുന്ന വലിയൊരു അലർജിയാണ്. അങ്ങനെ ആകാൻ പാടില്ല. ബന്ധം വേണം, സ്കൂളുമായിട്ടൊരു ബന്ധം വേണം, മദ്രസയിലെ ഉസ്താദുമാരുമായിട്ട് ബന്ധം വേണം. എങ്ങനെയുണ്ട് പഠനം, ഇവിടം വരെ, എത്ര മണിക്ക് അവിടെ നിന്ന് വിടുന്നു, എത്ര മണിക്ക് ക്ലാസ് തുടങ്ങുന്നു, ഇതൊക്കെ അന്വേഷിക്കണം. പഴയ തലമുറയിൽ ഇതൊക്കെ അന്വേഷിക്കുമായിരുന്നു. പുതിയ തലമുറയിൽ ഏതാ ക്ലാസ് എന്ന് ചോദിച്ചാൽ അറിയില്ല. എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇരുന്ന് എണ്ണാണ്. ഇപ്പൊ പറയാന്നു സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് 33 സുബ്ഹാനല്ലാഹ് എല്ലിട്ട് പറയും, 7 8 തോന്നുന്നു. അകത്തോട്ട് വേണേൽ വിളിച്ചു ചോദിക്കും, ഫോൺ വിളിച്ചു ചോദിക്കാം, 8 ആണോ 7 ആണോ. അതാണ് നമ്മുടെ അവസ്ഥ. അതുപോലും കറക്റ്റ് അറിയില്ല. പേര് ചോദിക്കുമ്പോ തെറ്റാ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രി, നമ്മുടെ കോട്ടയത്തുള്ള ജില്ലാ ആശുപത്രി ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ ചീട്ട് എഴുതുന്നുണ്ട്. അപ്പൊ ചീട്ട് എഴുതി ഞാൻ ഒരാളെ കാണിക്കാൻ വേണ്ടി പോയതാണ്, നമ്മുടെ കുടുംബത്തിലെല്ലാം. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ അവിടെ വന്നു. അവരവിടെ വന്ന് അവരുടെ ചീട്ട് വായിച്ചു നോക്കിയപ്പോ കൂടെ വന്നിരിക്കുന്നത് മകളാണ്, പക്ഷെ പേരെഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് മകന്റെയാണ്. അപ്പൊ അവര് ചോദിച്ചു, ഇതെന്താണ്, പെണ്ണ് മാറിപ്പോല. അതായത് കൂടെ മോളെ കൊണ്ടുവന്നിരിക്കുക, മോളെയാണ് കാണിക്കുന്നത് ഡോക്ടറെ അടുത്ത്. മോക്ക് പനിയായിട്ടാ വന്നത്. പേരെഴുതിയിരിക്കുന്ന ആടെയാണ്, മോന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അതായത് അത്ര ശ്രദ്ധക്കുറവാന്നർത്ഥം, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ തിരിച്ചു തന്ന അവര് കൗണ്ടറിൽ പറയുമ്പോൾ കൗണ്ടറിൽ ഇരിക്കുന്നവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആദ്യം തോന്നിയിരുന്നത്, ഞങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ കാണിച്ചത് എന്ന് ഞങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തു. ഇനി ഇപ്പോഴത്തെ കാലമല്ലേ, ആണിനെ പെണ്ണിനെ ഡ്രസ്സ് ഇടിച്ചുകൊണ്ട് നടക്കുന്ന കാലമാണ്. അപ്പൊ അങ്ങനെ അവന്റെ ആണെന്ന് കരുതി, അതുകൊണ്ട് ഞങ്ങൾ എഴുതി തന്നാണ് എന്ന് അവര് പ്രശ്നം. ഞാൻ പറയാം, നമ്മുടെ കൗമിന്റെ ശ്രദ്ധക്കുറവാണ് ഈ പറയുന്നത്. ഇതൊന്നും അറിയില്ല, അലസനായി നടക്കുക, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. പിന്നെന്താണ് ശ്രദ്ധ? എന്തിനാണ് നമ്മുടെ വിഷയത്തിൽ ശ്രദ്ധ? മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ പോലും എണ്ണം കറക്റ്റ് ആകാത്ത കാലഘട്ടം. പലർക്കും അതിൽ തെറ്റിപ്പോകുന്നു. എത്രാമത്തവനാണ് ഇവൻ ചോദിച്ചാൽ അറിയില്ല. അവന്റെ ക്ലാസ് ടീച്ചർ ആരാണ്, എവിടെയാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് ഡിവിഷനാണ്, എന്താണ് പഠിക്കുന്നത്, ഏതാണ് അവൻ എടുത്തിരിക്കുന്ന സബ്ജക്ട്, ഒരു വിവരവും ഇല്ല. ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. വാപ്പ ഇങ്ങനെ ചാരികസേരയിൽ ചാരിയിരിക്കുക, അഞ്ചാവടിച്ച് ഊതി വിടുക, ഇതന്നെ പരിപാടി. സിഗരറ്റ് വലിച്ച് തള്ളി വിടുക. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉത്തരവാദിത്തങ്ങളെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളായി അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ബീഗം ആബിദ അറിയണം, മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മയാണ്. വിദ്യാഭ്യാസം കൊടുത്തു. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാഭ്യാസം നുകർന്നിട്ട് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി മൗലാന മുഹമ്മദ് അലി ജൗഹർ വീടിന്റെ വാതിക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ചെരുപ്പിട്ടിറങ്ങിയ പൊന്നുമോന്റെ 2 തോളത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് ബീഗം ആബിദ എന്ന് പറയുന്ന പ്രായം ചെന്ന ഉമ്മ കൊടുക്കുന്ന ഉപദേശം, മോനെ, ഉപ്പ 5 വയസ്സ് സമയത്താണ്, നിനക്ക് 5 വയസ്സുള്ള സമയത്താണ് മരണപ്പെട്ടു പോയത്. നിന്നെ ഇതുവരെ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട മാതാവ് എന്ന
നിലയ്ക്ക് ഞാൻ നിന്നോട് പറയട്ടെ, നിനക്കുള്ളതാകുന്ന ശിആറുകളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന തിരുസുന്നത്തുകളെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നീ എടുത്തു കളയാൻ പാടില്ല. നിനക്കുള്ളതാകുന്ന ഈ ചെറിയ താടി, നിനക്കുള്ളതാകുന്ന ഈ തലയിലെ തൊപ്പി, ഇതൊന്നും ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയാലും എടുത്തു കളയാൻ പാടില്ല. പ്രവാചകന്റെ തിരുസുന്നത്തുകളെ പരിപൂർണമായി മുറുകെ പിടിക്കുന്നവനാകണം. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയവനാണ് നീ. ഖുർആൻ മനഃപ്പാഠമാക്കിയത് ഒരൽപ്പം പോലും കളയാതെ ഹൃദയാന്തരങ്ങളിൽ പരിപൂർണമായി ശ്രദ്ധ തിരുത്തി ഖുർആനിനെ സദാസമയം പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന നല്ല ഒരു മുതഅല്ലിമായിട്ട് വേണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നീ പോയിരുന്നു കൊണ്ട് വിദ്യാഭ്യാസം നുകരാൻ. ഒരൊറ്റ ദിവസം പോലും നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ തഹജ്ജുദ് മുടങ്ങിയിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നാലും നീ ഒരിക്കലും തഹജ്ജുദ് മുടക്കരുത് എന്ന് പറഞ്ഞ് ഉമ്മയാകുന്ന ബീഗം ആബിദ ബഹുമാനപ്പെട്ടതാകുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിന് ഉപദേശം നൽകിയപ്പോ സ്നേഹത്തോടുകൂടി ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന വിദ്യാഭ്യാസം പരിപൂർണമായി സ്വായത്തമാക്കുകയാണ്. PhD എടുക്കുന്നതാകുന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് പഠിക്കുന്ന ആ കാലയളവിൽ അദ്ദേഹത്തോടൊപ്പം പഠനം നടത്തിയതാകുന്ന ഖമറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് പിന്നീട് കുറിച്ചു വെക്കുന്നു. ചരിത്രം സാക്ഷിയാണ്. ലണ്ടനിലെ ഏറ്റവും വലിയതാകുന്ന മരം കോച്ചു കൊടുക്കുന്നതാകുന്ന തണുപ്പുള്ള രാത്രിയിൽ പോലും ബഹുമാനപ്പെട്ടതാകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ രാത്രിയുടെ സമയങ്ങളിൽ ഏറ്റവും നല്ല തണുപ്പുള്ള സമയത്ത് പോലും ഒതു എടുത്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ എന്ന് ഖമറുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം അക്കാലയളവിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ, സുഹൃത്തുക്കൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ടതാകുന്ന മക്കളുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണ്? ഖുർആനുമായി ബന്ധമില്ല. തഹജ്ജുദ് നമസ്കാരം എഴുതി തള്ളി. ഫർളായ നമസ്കാരങ്ങളെ പോലും ഗൗനിക്കുന്നില്ല. ഫർളിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഗൗനിക്കുന്നില്ല. ഖുർആൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വിജയത്തിന്റെ കാറ്റലോഗായി പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആനിനെ കാറ്റിൽ പറത്തി കളഞ്ഞു. ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഖുർആൻ ഖത്മ് തീർക്കാൻ ഈ സമുദായത്തിലെ മക്കൾ തയ്യാറല്ല. ആണോ അല്ലയോ? ഖുർആൻ എവിടെ നമ്മൾ കൈകൊണ്ട് തൊട്ട? റമദാൻ 27 രാവിലെ ഉസ്താദ് അതിന്റെ മഹത്വം പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് തൊട്ടു. അല്ലാ അന്ന് അവിടെ തിരിച്ചു വെച്ചതാ. ഇനി അടുത്ത റമദാൻ 27 എടുക്കാം. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ എന്താ, ഈ ഹൃദയമൊക്കെ മാലിന്യമായി, നമ്മുടെ ഹൃദയമൊക്കെ കറ പിടിച്ചു, കറുകറുത്ത ഹൃദയമായി മാറി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബ കാനത് നുകതതൻ സൗദാ. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളിയായി അവശേഷിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിലൊരു ചെറിയ പുള്ളിയായി അത് അവശേഷിക്കാൻ, അതിങ്ങനെ മാലിന്യമായി നിറഞ്ഞു. എത്ര തെറ്റാണ് നമ്മൾ ചെയ്തത്. ഇതൊക്കെ കഴുകിക്കളയണ്ടേ? ഹൃദയത്തിന്റെ മാലിന്യത്തെ നീക്കം ചെയ്യണ്ടേ? ودواء قلب 5 فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. ഹൃദയത്തിന്റെ മാലിന്യം കളയാൻ, ഹൃദയത്തിന്റെ അഴുക്ക് കളയാൻ, ഹൃദയത്തിന്റെ രോഗത്തെ തൊട്ട് പരിപൂർണമായ ശമനം ലഭിക്കാനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയായിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് മുസ്ലിമേ. വദവാഉ ഖൽബിൻ 5 ഫതിലാവ. ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് പരിപൂർണമായി ശമനം നൽകുന്ന മരുന്നുകൾ 5 എണ്ണമാണ്. ഹൃദയം മലീമസമായ ചെറുപ്പക്കാരാ, ഹൃദയത്തെ മലീമസമാക്കിയ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ഹൃദയം തെളിയാനുള്ള മാർഗം ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്. ഒന്നാമതായി ഫതിലാവത്തുന്, പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. ബിതദബ്ബുരിൽ മഅനാ, ഖുർആനിന്റെ അർത്ഥ
അർത്ഥശകലങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഖുർആനിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പാരായണമാണ്. ഇന്ന് എത്ര സമുദായമാണ്, ഏതെല്ലാം ചെറുപ്പക്കാരാണ് ഖുർആൻ പാരായണം അറിയാവുന്നതായ മക്കളല്ലേ? സമസ്തയുടെ സിലബസിലൂടെ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയതാകുന്ന മക്കളല്ലേ? ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യാൻ അറിയുന്ന സഹോദരിമാരല്ലേ? എത്ര പേരാണ് ഈ കഴിഞ്ഞ റമദാനിൽ ഒരു ഖത്മും പൂർത്തീകരിച്ചത്? എത്ര പേർ ഒരു ഖത്മും പൂർത്തീകരിച്ചവർ? എത്ര പേർ? പരിശുദ്ധമായ ഖുർആൻ റമദാൻ 1 മുതൽ 27 ദിവസം വരെ ഖുർആൻ ഹാഫിളീങ്ങളാകുന്ന മക്കൾ പരിശുദ്ധമായ തറാവീഹ് നിസ്കാരത്തിൽ ഖത്മ് തീർത്ത് 27 പരിശുദ്ധമായ ഖുർആൻ ഖത്മ് തീർത്തിട്ട് യാത്ര പറഞ്ഞവരുണ്ട്. 27 ദിവസം കൊണ്ട് ഖുർആൻ നിസ്കാരത്തിൽ ഖത്മ് തീർത്തു അല്ലേ? തറാവീഹ് നിസ്കാരത്തിൽ ഇവിടെ ഇല്ലേ? അങ്ങനെ കാസർഗോഡില്ലേ? നമ്മളെ അലന്തരയുടെ ആൾക്കാർ, അലന്തര നമുക്ക് മറക്കാൻ പറ്റൂല, വല്യപ്പ മുതൽ തുടങ്ങിയ ആയിക്കോട്ടെ. ആണോ? ഹാഫിളീങ്ങളുടെ ആൾക്കാരില്ലേ ഇവിടെ? ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ എന്താ ചെയ്യുന്ന, അലന്തര മുതൽ താഴോട്ട് വന്ന ഹത്തീബ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവിടെ പോകുള്ളൂ. ഉസ്താദിനൊരു കുലുക്കി സർബത്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേഗം തീർക്കട്ടെ ഉസ്താദേ, റാഹത്ത്. അതാ പരിപാടി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലേ? മറ്റേത് ഒരു അരമണിക്കൂറും കൂടി വൈകുള്ളൂ. എന്നാലും നമുക്ക് ആ അരമണിക്കൂറും കൂടി നിസ്കരിക്കാൻ വയ്യ, ബുദ്ധിമുട്ടുണ്ട്. സീരിയലൊക്കെ കണ്ടു തീർക്കാനുള്ള നേരത്തെ പോയി കിടക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.